നമസ്കാരം, എല്ലാവർക്കും മച്ചാൻ തട്ടുകടയിലെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ക്രിസ്മസും ന്യൂ ഇയർ എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാവരും അടിച്ചു പിടിച്ചോ? 2018 മച്ചാൻ തട്ടുകടയിലെ ഫസ്റ്റ് വീഡിയോ ആണ്. അതിൽ സ്പെഷ്യൽ ഐറ്റം ചെയ്യുന്നത് ഞങ്ങളുടെ പീറ്റർ അങ്കിളാണ്. പീറ്റർ അങ്കിള് ഒരു സ്പെഷ്യൽ രീതിയിലാണ്, ഒരു സിമ്പിൾ ആൻഡ് പവർഫുൾ എന്നൊക്കെ പറയില്ലേ, അതുപോലെ തന്നെ ഒരു സ്പെഷ്യൽ വിഭവമാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ് പീറ്റർ അങ്കിൾ നമുക്ക് വേണ്ടി ചെയ്യുന്നത്. അപ്പൊ എല്ലാവരും അത് കണ്ടു നോക്കുക. വെൽക്കം ടു മച്ചാൻസ് തട്ടുകട. ഇന്നത്തെ സ്പെഷ്യൽ ബീഫ് കട്ട്ലേറ്റ്. അതിലേക്ക് വേണ്ട ചേരുവ: കൊത്തിവെച്ച ബീഫ് 1 കിലോ, സവാള 3 എണ്ണം ചെറുതായിട്ട് അരിഞ്ഞത്, ഇഞ്ചി 1 കഷ്ണം ചെറുതായിട്ട് അരിഞ്ഞത്, പച്ചമുളക് 4 എണ്ണം ചെറുതായിട്ട് അരിഞ്ഞത്, മല്ലിയില, വേപ്പില കുറേശ്ശെ, ഉപ്പ് പാകത്തിന്, 3 ഉരുളക്കിഴങ്ങ് നന്നായിട്ട് പുഴുങ്ങി ഉടച്ചെടുക്കണം, കുരുമുളക് പൊടി പാകത്തിന്, ഗരം മസാല 1 ചെറിയ ടീസ്പൂൺ, കട്ട്ലറ്റ് വറുക്കുവാനുള്ള ചേരുവകൾ: റസ്ക് പൊടിച്ചത്, മുട്ട 1-2, ആവശ്യത്തിന് വെളിച്ചെണ്ണ. ഇനി നമുക്ക് ചേരുവകൾ മിക്സ് ചെയ്യാം. പാൻ വെച്ച് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് അതൊന്ന് ചൂടായതിനു ശേഷം നമുക്ക് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് അതിലേക്കിട്ട് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാം. ഫ്രൈ ചെയ്ത് കഴിഞ്ഞു. ഈ ബീഫ് ഫ്രൈ ചെയ്ത ബീഫ് നമ്മൾ പൊട്ടറ്റോ ഉടച്ചു വെച്ചതായിട്ട് മിക്സ് ചെയ്യും. രണ്ട് മുട്ട നമ്മൾ വെട്ടി വെച്ചിട്ടുണ്ട്. അതിൽ സ്വല്പം ഉപ്പും ആവശ്യത്തിന് വേണ്ട കുരുമുളക് പൊടിയും ചേർത്ത് ഷേപ്പാക്കിയ കട്ട്ലേറ്റ് ആ മുട്ടയിൽ മുക്കിയിട്ട് അതിനുശേഷം നമ്മൾ റസ്ക് പൊടിയിൽ കവർ ചെയ്യുക. റസ്ക് പൊടിയിൽ കവർ ചെയ്തതിന് ശേഷം നമ്മളത് തിളപ്പിച്ച എണ്ണയിലേക്ക് നമ്മളത് ഇടുക. കട്ട്ലേറ്റിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നമുക്കൊരു സാലഡ് ഉണ്ടാക്കാം. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: 2 സവാള നേരിയതായിട്ട് അരിഞ്ഞെടുത്ത്, തക്കാളി, പച്ചമുളക്, വേപ്പില, ഉപ്പ്, കുറച്ച് വിനാഗിരി. അരിഞ്ഞെടുത്ത സവാളയിലേക്ക് അല്പം വിനാഗിരി ഒഴിച്ച് നല്ലോണം തിരുമ്മി പിടിപ്പിക്കുക. അതിനുശേഷം അത് പിഴിഞ്ഞെടുത്ത് വേറൊരു പ്ലേറ്റിലേക്ക് ഇടുക. നമ്മുടെ കട്ട്ലേറ്റും സാലഡും റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നാണ് എൻ്റെ വിശ്വാസം. എല്ലാവർക്കും മച്ചാൻസ് തട്ടുകടയുടെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും മംഗളങ്ങളും നേരിടും. മച്ചാൻ തട്ടുകട ടീമിനെ സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും വീഡിയോ ഒക്കെ കാണുക. അപ്പൊ എല്ലാവരും ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക.